വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇരവാദം ഉന്നയിച്ച സ്ത്രീ ഡിജിറ്റൽ തെളിവുകൾ ഹാജരാക്കിയതായി വാർത്തകൾ വരുന്നു. മാത്രമല്ല, തൻ്റെ വിവാഹ ജീവിതം വെറും 4 ദിവസം മാത്രമായിരുന്നുവെന്നും 1 മാസത്തിനുള്ളിൽ തന്നെ വിവാഹം ഒഴിയുകയും ചെയ്തുവെന്നാണ് ഇരവാദം. വിവാഹമോചനത്തിന് ശേഷം 4-5 മാസത്തിനിപ്പുറത്താണ് താൻ രാഹുലുമായി അടുക്കുന്നതെന്നും ഇര അവകാശപ്പെടുന്നതായി കാണുന്നു. ഭർത്താവിൽ നിന്നുള്ള അതിക്രൂരമായ പീഡനമാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നും ഇര അവകാശപ്പെടുന്നതായാണ് വാർത്താമാധ്യമങ്ങളിൽ കാണുന്നത്. ഇരയുടെ ഈ അവകാശത്തിന് അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ പോലീസ് FIR തയ്യാറാക്കിയതും. ഇര തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചെന്നും തന്റെ നഗ്ന ചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും തന്നെ അബോർഷന് നിർബന്ധിച്ചെന്നുമാണ് പരാതിയിൽ പറഞ്ഞതെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സാധാരണ നിലയിൽ ദുർബല മനുഷ്യരിലും സ്ത്രീപക്ഷ നിലപാടുകാരിലും ഇരയോട് അങ്ങേയറ്റം അനുകമ്പയും സഹതാപവും ഉണ്ടാക്കുന്ന പീഡനകഥകളാണ് ഇരവാദം ഉന്നയിക്കുന്ന സ്ത്രീ പറയുന്നതെന്നാണ് മനസ്സിലാക്കാനാവുന്നത്. രാഹുലിനെതിരെ പരാതി കൊടുക്കുമ്പോൾ ഇര ഉന്നയിക്കുന്ന വാദങ്ങളിൽ ആ വാദങ്ങൾ കേൾക്കുന്ന സാധാരണ മനുഷ്യർക്ക് രാഹുലിനോട് അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടാവാം. അതിന് മാത്രം ഹോംവർക്ക് ചെയ്തെടുത്തു തന്നെയാണ് ഇരയെ പുറത്തെത്തിച്ചിട്ടുള്ളത് തൽപരകക്ഷികൾ. ഇര നിഷ്കളങ്കയല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ആ സ്ത്രീ A to Z വരെ എല്ലാം റെക്കോർഡ് ചെയ്ത് തെളിവുകളായി സൂക്ഷിച്ചു എന്നുള്ളതാണ്. അങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഒരു സ്ത്രീ ചതിയിൽപ്പെടുകയായിരുന്നുവെങ്കിൽ തെളിവുകൾ ആദ്യമേ ക്രോഡീകരിക്കാനുള്ള ശ്രമം നടക്കില്ല. ഇവിടെ ഇര ആദ്യം മുതലേ എല്ലാം ഡിജിറ്റൽ രേഖയായി പകർത്താൻ ശ്രമിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് താൻ ഇന്ന നിലയിലൊക്കെ പോകും എന്ന് കാലേക്കുട്ടി ഉറച്ച നിലയിലായിരുന്നു സ്ത്രീ ഡിജിറ്റൽ രേഖകൾ തയ്യാറാക്കിയത്. ഒരു ചതി പ്ലാൻ ചെയ്തുറച്ച നിലയിൽ എല്ലാ ഡിജിറ്റൽ തെളിവുകളും സ്വരൂപിച്ചു. ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ ബലാത്കാരമായി ക്യാമറയിൽ പകർത്തി പിന്നീട് അത് വെച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാനാവില്ല. കാരണം പുരുഷൻ ക്ഷണിക്കുന്നിടത്തേക്ക് എന്തിനാണ് ഒരു സ്ത്രീ ഓടിച്ചെല്ലുന്നത് എന്ന ചോദ്യമുണ്ട്. അതും ഒരു തവണയല്ല, പലതവണ. ഇരയുടെ വാക്കുകൾ പലതും പച്ചക്കള്ളങ്ങളാണ് എന്നാണ് പല രേഖകളും തെളിവുകളായി വെച്ചുകൊണ്ട് മാധ്യമരംഗത്തുള്ളവർ പറയുന്നതും രാഹുലിന്റെ 9 ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടെന്ന് പറയപ്പെടുന്നത്. എല്ലാ പ്രധാന വാർത്താ മാധ്യമങ്ങളും കണ്ണടച്ച് ഇരയുടെ കൂടെ നിന്നപ്പോൾ പുരുഷപക്ഷത്ത് നിന്നുകൊണ്ട് ഉറച്ച നിലപാടെടുത്തത് രാഹുൽ ഈശ്വർ എന്ന പതറാത്ത ശബ്ദം മാത്രമായിരുന്നു. ഒരു മാധ്യമവും ഇര വിവാഹിതയാണെന്ന സത്യം വിളിച്ചു പറഞ്ഞില്ല. അറിഞ്ഞിട്ടും അവരത് മൂടിവെച്ചു, ഇരവാദം ശക്തിപ്പെടുത്തി. അതേസമയം രാഹുൽ ഈശ്വർ പരസ്യമായി പറഞ്ഞപ്പോഴാണ് കാഴ്ചക്കാരായ ജനമറിയുന്നത് സ്ത്രീ വിവാഹിതയാണെന്നും വിവാഹമോചനം നടന്നിട്ടില്ല എന്നും. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കൊപ്പം അല്ലെങ്കിൽ അതിനെ ശക്തിപ്പെടുത്തുന്നതിന് 9 ഡിജിറ്റൽ തെളിവുകൾ സീൽ വെച്ച കവറിൽ കോടതിക്ക് കൈമാറിയെന്നാണ് അറിയുന്നത്. അതിൽ ഇര സ്വമേധയാണ് ഗർഭചിത്രത്തിന് തയ്യാറായെന്നുള്ളതിനുള്ള തെളിവുകൾ ഉണ്ടെന്നുള്ളതാണ്. ഇര 4 ദിവസം മാത്രമല്ല മാസങ്ങളോളം ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞിട്ടുണ്ടെന്നും അവകാശപ്പെടുന്നു. ഇപ്പോഴും വിവാഹമോചിതയല്ല ഇരയെന്ന് ഇരയുടെ ഭർത്താവ് പറഞ്ഞതായി രാഹുൽ ഈശ്വർ തന്റെ യൂട്യൂബ് ചാനലിലും ചാനൽ ചർച്ചയിലും പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ഡിവോഴ്സ് ആയി, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയില്ല. ഡിവോഴ്സ് ആയിട്ടില്ല. ഈ പെങ്കൊച്ച് വിവാഹമോചിത ആയിട്ടില്ല. ഈ പെങ്കൊച്ചിന്റെ ഭർത്താവിനോട് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചതാണ്. പച്ച കള്ളം പറയുന്ന ആ പെണ്ണിനെ പൊളിച്ചടുക്കി. അപ്പോ ഇനി ഇതേ വിഷയത്തിൽ സന്ദീപ് വാര്യർ പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം. എനിക്ക് വളരെ അടുത്തറിയാവുന്നവരാണ്. അഭ്യാസം ഞാൻ പങ്കെടുത്തിട്ടുള്ളതാണ്. അവര് വളരെ ദീർഘകാലം ഒരുമിച്ച് തിരുവനന്തപുരത്തടക്കം താമസിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 4 ദിവസമേ ഒരുമിച്ച് താമസിച്ചു എന്നുള്ള വാദവും ശരിയല്ല. അവർ ഒരുമിച്ച് താമസിച്ചാണ്. എനിക്ക് നേരിട്ട് അറിയുന്ന കുടുംബമായതുകൊണ്ട് തന്നെ ഒരു വിവാഹമോചനം കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് പേപ്പർ മൂവ് ചെയ്തിട്ട് പോലുമില്ല. അപ്പം അത് ആ വാർത്തകളൊക്കെ അതെല്ലാം തെറ്റാണ്. അപ്പൊ എനിക്കറിയാവുന്നത് ആ സത്യം തുറന്നു പറയേണ്ടത് ഒരു ബാധ്യത, സത്യം പറയേണ്ട ബാധ്യത സത്യം പറഞ്ഞു. രാഹുൽ ഈശ്വറും സന്ദീപ് വാര്യരും നമ്മോട് പങ്കുവച്ച സത്യം ഇര വിവാഹമോചിതയല്ല എന്നുള്ളതാണ്.
ഇര 4 ദിവസം മാത്രമല്ല ഭർത്താവിന്റെ കൂടെ കഴിഞ്ഞതെന്ന് എന്നാണ്. പ്രസ്തുത വ്യക്തി മാസങ്ങളോളം ഭർത്താവിനെ ഒന്നിച്ച് തിരുവനന്തപുരത്ത് താമസിച്ചിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഗർഭം ഭർത്താവിൻ്റെയും ആവാം. അത് തെളിയിക്കാൻ ഇനി ഇര കൃത്യമായ സത്യം പുറത്തു പറയുകയെ നിവൃത്തിയുള്ളൂ. അബോർഷനോടെ ഗർഭം ആരുടേതെന്ന് കണ്ടെത്താനുള്ള തെളിവുകൾ ഇല്ലാതെയായി. ഇര ഏത് പാർട്ടിക്കാരിയാണെന്നും ഏത് ചാനലിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നും ഭർത്താവ് ഏത് പാർട്ടിക്കാരനാണെന്നുമൊക്കെ തെളിഞ്ഞും പതിഞ്ഞും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനയും ഊഹിക്കാവുന്നതാണ്. ഇടതിന്റെയും തീവ്ര വലതുപക്ഷത്തിന്റെയും ഇന്നത്തെ നിലപാടുകൾ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ്. ഇര ജോലി ചെയ്തിരുന്ന ചാനലിലെ ചാനൽ മുതലാളി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് കൊടുക്കാൻ നിർബന്ധിച്ചതിന്റെ, അതിനുവേണ്ടി ഗൂഢാലോചന നടത്തിയതിന്റെ ഓഡിയോ ക്ലിപ്പുകൾ കൂടി രാഹുൽ നൽകിയ തെളിവുകളിൽ ഉണ്ടെന്ന് പറയപ്പെടുന്നു. രാഹുലിനെതിരെ കേസ് നൽകിയില്ലെങ്കിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ചുരുക്കത്തിൽ ഗർഭം സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നത് പോലെ ഈ പശ്ചാത്തലത്തിൽ ഇരയുടെ കേസും ഗൂഢാലോചന എന്ന സംശയത്തിന്റെ നിലയിൽ നിൽക്കുന്നതാണ്. 1955 ഹിന്ദു മാരേജ് ആക്ടിലെ സെക്ഷൻ 14 പ്രകാരം വിവാഹമോചനത്തിന് 1 വർഷത്തിന് ശേഷമേ അപേക്ഷിക്കാൻ ഹിന്ദു സ്ത്രീക്ക് കഴിയൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ ജീവഹാനി സംഭവിക്കുമെന്ന് ഉറപ്പുള്ള ശാരീരിക മാനസിക പീഡനത്തിന് വിധേയയാവുകയോ അല്ലെങ്കിൽ വിവരണാതീതമായ ജീവിത പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ മാത്രമേ അതിനു മുമ്പ് വിവാഹമോചനം ഫയൽ ചെയ്യാനാവൂ. എങ്കിലും വിവാഹമോചനത്തിന് 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കാലതാമസം എടുക്കും, ചിലപ്പോൾ അതിൽ കൂടുതലും. അതുവരെ വേണമെങ്കിൽ പിരിഞ്ഞു ജീവിക്കാം, പക്ഷേ വിവാഹമോചനം നേടി എന്ന് പറയാനാവില്ല. ഞാനൊരു നിയമവിദഗ്ധൻ അല്ലാത്തതുകൊണ്ട് എന്റെ കാഴ്ചപ്പാടിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താവുന്നതാണ്. ഈ നിയമം നിലനിൽക്കുമ്പോൾ ഇര 1 മാസം കഴിഞ്ഞപ്പോൾ കല്യാണം ഒഴിഞ്ഞു എന്ന് പറയുന്നത് തികച്ചും ജനങ്ങളെ വിഡ്ഢികളാക്കുന്നതിന് വേണ്ടിയാണ്, തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെടുന്ന പോലെ ഇര ഇന്നും ഭർതൃമതിയാണ്. ഇരയ്ക്ക് വിവാഹമോചിത എന്ന പരിരക്ഷയ്ക്കോ പുനർവിവാഹത്തിനോ അവകാശമില്ല. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള വളർന്നു വരുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശത്രുപക്ഷങ്ങളിൽ നടക്കുന്ന ഗൂഢാലോചനയുടെ ഫലമല്ലേ ഈ നാരിയ പീഡനവും അബോർഷനും. ഇനി കോൺഗ്രസിന്റെ നേതൃത്വത്തിനോട് പറയാനുള്ള ഒരു കാര്യം, മറ്റു പാർട്ടികൾ തങ്ങളുടെ അണികളെ, പ്രവർത്തകരെ, നേതാക്കളെ എത്ര കൊടിയ പാതകങ്ങൾ ചെയ്താലും പൊതിഞ്ഞു സംരക്ഷിക്കുമ്പോൾ കോൺഗ്രസ് ഒരു ആരോപണം വരുമ്പോഴേക്കും അവരെ പുകച്ചു പുറത്തിയടിക്കുന്ന പ്രവണത നന്നല്ല. സംരക്ഷിച്ചില്ലെങ്കിലും ഒറ്റപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. അതായിരിക്കും പാർട്ടിക്ക് കൂടുതൽ ഗുണം ചെയ്യുക.